അങ്ങനെ റൗണ്ട് ഓഫ് 32ലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിന്റെ വിശകലനം എന്താണ്? ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഏറ്റവും മികച്ച പ്രകടനം ആരുടേതാണ്? റൗണ്ട് ഓഫ് 32ൽ ആരായിരിക്കും മിന്നാൻ പോകുന്നത്? കമന്റേറ്റർ കേരളത്തിന്റെ മുൻ ക്യാപ്റ്റൻ ബിനീഷ് കിരൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ബിനീഷ്, എന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ ദിവസങ്ങളാണ് നടന്നു പോകുന്നത്. ലോകകപ്പിന്റെ ആരവം അത് ഏതാണ്ട് പകുതി ഘട്ടത്തിലേക്ക് എത്തി, ഗ്രൂപ്പ് കഴിഞ്ഞു. ഈ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഏറ്റവും മിന്നിത്തിളങ്ങിയതാരാണ്? എന്തോ നോ ഡൗട്ട് അർജന്റീന ദേ ഹാവ് ഡൺ ഇറ്റ് ഇൻ സ്റ്റൈൽ, അങ്ങനെ തന്നെ പറഞ്ഞു വെക്കണം. കാരണം ഹൈ പ്രൊഫൈൽ ടീമിനെല്ലാം ഒരു ചെറിയ കാലിടർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിത്തൗട്ട് മെസ്സി ആൻഡ് വിത്ത് മെസ്സി അർജന്റീന ഗോൾ നേടിയിരിക്കുന്നു. സോ ഗംഭീരമായി തന്നെ അർജന്റീന തുടക്കം കുറിച്ചിരിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ബിനീഷ്, ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച രണ്ട് ടീമുകൾ, അതായത് മെക്സിക്കോ, അർജന്റീനയ്ക്കൊപ്പം മെക്സിക്കോയും ഫ്രാൻസും 3 കളികളും ജയിച്ചിട്ടുണ്ട്. ഫ്രാൻസിനെയും ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, ഈ ഫിക്സറൊക്കെ അനുകൂലമായി മാറുവാണെങ്കിൽ വീണ്ടും ഒരു കളിയുടെ മികവ് വെച്ച് ഫ്രാൻസ് അർജന്റീനയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നൊരു സംശയം ഗ്രൂപ്പ് ഘട്ടത്തിൽ തോന്നുന്നില്ല, ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാകുമ്പോൾ? ഒരു സംശയമില്ല, നല്ലൊരു പോയിന്റിലേക്കാണ് എന്തോ കാര്യങ്ങൾ എത്തിച്ചത്. കാരണം ഞാൻ അർജന്റീന സ്റ്റൈലിൽ വന്നു എന്ന് പറയുമ്പോൾ മെസ്സി ഇല്ലാതെയും മെസ്സിയോടൊപ്പമുള്ള അർജന്റീന ഗോൾ കണ്ടെത്തി നല്ല ക്ലാസിക് ആയിട്ട് തന്നെ ലീഗ് സ്റ്റേജ് കടന്നു എന്ന് പറയുമ്പോഴും ഫ്രാൻസ് എന്തോ പറഞ്ഞ പോലെ ഫ്രാൻസ് ഇംപ്രസീവായ ഫുട്ബോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ അവർ ട്രാൻസിഷൻ ടു അറ്റാക്ക്, ശരിക്കും ഡിഫൻസിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് പോകുന്ന ആ സ്പീഡൊക്കെ അപാര സ്പീഡാണ്. ആ സ്പീഡിനെ തടയാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും നിലവിലെ ഫോം വെച്ചിട്ട് എല്ലാ ടീമുകൾക്കും അല്പം ബുദ്ധിമുട്ടുണ്ടാകും. റൈറ്റ്. ബിനീഷ്, ഈ മറ്റൊരു കാര്യം, ഇനി എല്ലാവർക്കും ആഗ്രഹം അത് ബ്രസീലിനെ പറ്റിയും പോർച്ചുഗലിനെ പറ്റിയുമാണ്. ബ്രസീൽ ആദ്യ മത്സരത്തിൽ കണ്ട ബ്രസീൽ അല്ല മൂന്നാമത്തെ മത്സരത്തിൽ എന്നുള്ളതാണ് ബ്രസീൽ വിരുദ്ധർ പോലും സമ്മതിക്കുന്നത്. അതായത് ടീം ഓരോ ദിവസവും സെറ്റായി ഈ ആഞ്ചലോട്ടി എന്ന കോച്ച് ടീമിനെ ഇങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ബ്രസീലിന് നേരിടാനുള്ളത് ജപ്പാനാണ് നോക്കൗട്ടിൽ, അതായത് റൗണ്ട് ഓഫ് 32ൽ. ജപ്പാന്റെ മത്സരം നമുക്കറിയാം, അതിവേഗക്കാരാണ്. ഈ പറയുന്ന പോലെ ബ്രസീലിന്റെ രീതിയല്ല, ബ്രസീലിന് ചേരുന്ന രീതിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് റൗണ്ട് ഓഫ് 32ൽ ബ്രസീൽ ജപ്പാൻ പോരാട്ടം വരുമ്പോൾ ബിനീഷ്? എന്തോ ഈ റൗണ്ട് ഓഫ് 32ലെ ഏറ്റവും ക്ലാസിക് പോരാട്ടമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ബ്രസീൽ ജപ്പാൻ പോരാട്ടമാണ്. മറ്റൊന്ന് മൊറോക്കോവും നെതർലാൻഡ്സും തമ്മിലാണ് എനിക്ക് തോന്നുന്നത് ഒരു ടഫസ്റ്റ് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. അതിന് ബ്രസീലിനെ ജപ്പാൻ ഓൾറെഡി ഫ്രണ്ട്ലി മാച്ചിൽ സമീപകാലത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അവര് ഒരു മിറാക്കിൾ റിസൾട്ട്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്രൊയേഷ്യയെ തോൽപ്പിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ നെതർലാൻഡ്സിനെ ഈ വേൾഡ് കപ്പിൽ സമനിലയിൽ തളച്ചു. അതുമാത്രമല്ല ടാക്ടിക്കലി വളരെ വളരെ ടഫായ ഒരു ടീമാണ്. നേരത്തെ എന്തോ സൂചിപ്പിച്ച പോലെ തന്നെ ഫിറ്റ്നസ് ലെവലിലും അവരെ ഓടി തോൽപ്പിക്കാൻ എന്തായാലും ബ്രസീലിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് വ്യത്യസ്തമായ ടാക്ടിക്സ് ആണ് ആൻസലോട്ടി എടുക്കാൻ പോകുന്നത് ഉള്ളതാണ്. അതായത് കളിക്കാരുടെ അവരുടെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കാൻ കഴിവുള്ള ഒരു പരിശീലകനാണ് ആൻസലോട്ടി. അതിനാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് തന്നെ. അത് വളരെ പ്രകടമായിട്ടുണ്ട്. വിനീഷ്യസിന്റെ ഒക്കെ പെർഫോമൻസിൽ അത് വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ജപ്പാന്റെ അടുത്ത് എന്ത് തന്ത്രമാണ് എന്ന് ചോദിച്ചാൽ അല്പം ഒന്ന് വേഗത കൂട്ടേണ്ടി വരും, വേഗത കുറക്കേണ്ടി വരും. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അവിടെയാണ് ജപ്പാന് ഒരു അല്പം പുറകിൽ ഉള്ളത്. ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ അതില് ബ്രസീലിന്റെ കയ്യിൽ വജ്രായുധങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ ബ്രസീലിന്റെ വജ്രായുധങ്ങളിൽ പ്രധാനിയാണല്ലോ നെയ്മർ കഴിഞ്ഞ മത്സരത്തിൽ അവസാന മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തി. പക്ഷേ ഈ ആരാധകരുടെ തന്നെ സംശയം, നെയ്മർ സുൽത്താനാണ്, നെയ്മർ അവർക്ക് അവിഭാജ്യ ഘടകമാണ്. പക്ഷേ ഇങ്ങനെ വളരെ രസകരമായി സെറ്റായി കൊടുക്കുന്ന ടീമിലേക്ക് നെയ്മർ ഇടയിൽ വരുമ്പോൾ ആ ടീമിന്റെ ബാലൻസ് തെറ്റുമോ എന്നുള്ളൊരു സംശയമില്ലേ? വളരെ ആശങ്കയുണ്ടായിരുന്നു ശരിക്കും. നെയ്മറിനെ ടീമിൽ എടുത്തപ്പോൾ തന്നെ ആ ടീമിനൊരു ഉണർവ് നൽകാനും ഒരു ആവേശം നൽകാനും ഒക്കെ ആയിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം നെയ്മർ പിന്നെയും പരിക്കിന്റെ പിടിയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കിട്ടിയ 10 മിനിറ്റ് നല്ല ഒരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. കാരണം ജപ്പാൻ പോലുള്ള ടീമിനടുത്ത് അവസാനം ഒരു 5 മിനിറ്റിലൊക്കെ നെയ്മർ, അല്ലെങ്കിൽ 10 മിനിറ്റിലൊക്കെ നമുക്കറിയാം ആഡ് ഓൺ ടൈം ഒക്കെ ഇപ്പൊ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ വരുന്നത്. ദാറ്റ് മീൻസ് ഒരു 85th മിനിറ്റ്സിലൊക്കെ നെയ്മർ വന്നാൽ പോലും അദ്ദേഹത്തിന് അവിടെ ഒരു എന്താ പറയാ, ജപ്പാൻ ഡിഫൻസിനിടെ ലോ ബ്ലോക്കിലേക്ക് ജപ്പാൻ പോവുകയാണെങ്കിൽ ആ ഡിഫൻസിനിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും, ഒരു പെനാൽറ്റി നേടിയെടുക്കാൻ സാധിക്കും, നല്ലൊരു ക്ലാസിക് ക്രിയേറ്റീവ് പാസ് നൽകാനും സാധിക്കും. സോ 10 മിനിറ്റ് ആണെങ്കിലും നെയ്മർ ഈസ് നെയ്മർ.
അതെ അതെ, ഉറപ്പായിട്ടും നെയ്മർ ഈസ് നെയ്മർ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാലും ബ്രസീൽ പ്രതീക്ഷയിലാണ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് പോർച്ചുഗലിലേക്കാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയൊരു ലോകകപ്പിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക അത് അസാധ്യമാണ് കടുത്ത ആരാധകർക്ക് പോലും. അപ്പോൾ റൊണാൾഡോയുടെ പോർച്ചുഗൽ നേരിടേണ്ടത് ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യയും ഈ പറയുന്നത് പോലെ ആദ്യ മത്സരങ്ങളിൽ ക്രൊയേഷ്യ അല്ലല്ലോ നമ്മൾ കഴിഞ്ഞ 2 ലോകകപ്പുകളിൽ കണ്ടത് എന്ന് വിചാരിച്ചു. പക്ഷേ അവസാന മത്സരമായപ്പോൾ ക്രൊയേഷ്യയും ടീം സെറ്റായി വരുന്ന കാഴ്ചയുണ്ട്. അപ്പോൾ ഈ പോർച്ചുഗൽ ക്രൊയേഷ്യ ആ നോക്കൗട്ട് പോരാട്ടത്തെ പറ്റി എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് വിനീഷ്? എൽദോ, ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗലിന് സമനിലയിലാണ് കലാശിച്ചത് മത്സരം. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ചെറിയ സംശയമാണ്, എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ ആ സമനില ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ അവർ ഗാനയുമായിട്ടാണ് കളിക്കേണ്ടത്. അതൊരു ആഫ്രിക്കൻ ടീമാണ്, ടഫ് ഫുട്ബോൾ കളിക്കുന്നതാണ്, ലോ ബ്ലോക്കിലേക്ക് പോകുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ഫുട്ബോളിലുള്ള ക്രൊയേഷ്യ ആണെങ്കിൽ ഒരിക്കലും പുറകിലേക്ക് തളച്ചിട്ട് നിൽക്കുന്ന ശൈലിയല്ല. അവർ അറ്റാക്കിംഗ് ഫുട്ബോൾ, അവരെപ്പോഴും അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ താല്പര്യപ്പെടുന്ന ടീമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പൺ ആയി കിട്ടും ആ ടീമിനെ. അപ്പോൾ പോർച്ചുഗലിന് അല്പം കൂടി എളുപ്പത്തിൽ കളിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു പോർച്ചുഗലിന് റൗണ്ട് ഓഫ് 32 നല്ലൊരു എതിരാളികൾ ശരിക്കും ക്രൊയേഷ്യ തന്നെയാണ്, ബെറ്റർ ദാൻ ഗാന. ഓക്കെ, ഇനി റൗണ്ട് ഓഫ് 32 അടുത്ത സംശയം അത് അർജന്റീനയെ പറ്റി തന്നെയാണ്. അർജന്റീനയുടെ മികവൊക്കെ ഗംഭീരമാണ്, ആധികാരികമാണ്, ഇതുവരെയുള്ള മുന്നേറ്റം എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോഴും ഈ എതിരാളികളെ പറ്റിയാണ്. കേപ്പ് വെർഡെ അല്ലെങ്കിൽ കാബോ വെർഡെ. ഈ കേപ്പ് വെർഡയുടെ ഒരു പ്രശ്നം അവരുടെ ഡിഫൻസിനെ അർജന്റീനയ്ക്ക് പൊളിക്കാൻ എങ്ങനെ തന്ത്രമൊരുക്കുമെന്നുള്ളതാണ്. ബേസിക്കലി ജീവൻ മരണ പോരാട്ടമാണ്, നോക്കൗട്ടാണ്. നിശ്ചിത സമയത്ത് ഗോൾ നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോകാം, പിന്നെ അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കോ സറണ്ടത്തിലേക്കോ ഒക്കെ പോകാം. അപ്പോൾ ഈ കേപ്പ് വെർഡെക്കെതിരെ ഇതുവരെ കളിച്ച ഒരു രീതിയിലായിരിക്കും സ്കലോണി അർജന്റീനയെ കളത്തിലിറക്കുക എന്നുള്ളതാണ് സംശയം. എൽദോ, മെസ്സി ഇല്ലാത്തപ്പോൾ ഒരു ഒരുമ നൽകുന്നുണ്ട് അർജന്റീന ടീമിൽ. അത് നമുക്ക് ഇന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു. പക്ഷെ മെസ്സി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പർശം ടീമിന് അധിക മുൻതൂക്കം നൽകുന്നുണ്ട്. അവിടെയാണ് ആ ഡിഫറൻസ് വരാൻ പോകുന്നത്. മെസ്സി ഡ്രിബിൾ ചെയ്ത് പെനാൽറ്റി ഏരിയയുടെ അകത്തേക്ക് കടക്കുക, അവിടുന്ന് ഒരു പെനാൽറ്റി ഏരിയ എടുക്കുക, അല്ലെങ്കിൽ ഒരു സെറ്റ് പീസസ് കുറെ വരാൻ, ലോ ബ്ലോക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേപ്പ് വെർഡെ. അത് തന്നെയാണ് അവർ കളിക്കാൻ താല്പര്യപ്പെടുക. കാരണം ലോ ബ്ലോക്കിലേക്ക് പോയിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, അവിടെയാണെങ്കിൽ ഈ ഫ്രീ കിക്കുകൾ വരാൻ സാധ്യതയുണ്ട്. സോ അവിടെയൊക്കെയാണ് അർജന്റീന സ്കോർ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെസ്സി ആ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. റൈറ്റ്, ഇന്നത്തെ മത്സരം കൂടി ഒന്ന് പറഞ്ഞു പോകാമല്ലോ. അർജന്റീനയുടെ ആ 3-1 ജയത്തിൽ ഒരുപക്ഷെ അത് കുറച്ച് നന്ദി എനിക്ക് തോന്നുന്നു ജോർദാൻ ഗോൾ കീപ്പർക്ക് നൽകണം തോന്നുന്നു. കാരണം 2 ഫ്രീ കിക്ക് ഗോളാണ്. 2 ഫ്രീ കിക്ക് ഗോളിലും ആ ഗോൾ കീപ്പർ ഓക്വേർഡ് പൊസിഷനിലാണ്. അദ്ദേഹത്തിന് ആ വാളിന് പിന്നിൽ നിന്ന് ഒന്നും കാണാൻ വയ്യ, അദ്ദേഹം എങ്ങോട്ടോ ചാടുന്നു. എന്താണ് സംഭവിച്ചത് ശരിക്കും? ജോർദാന് അത് വലിയ തലവേദനയായി പോയില്ലേ ആ ഗോൾ കീപ്പറുടെ ആ ഒരു പൊസിഷൻ? തീർച്ചയായിട്ടും ഗോള് എന്ന് വെച്ചാൽ അത് ഗോള് തന്നെയാണ്. അത് എങ്ങനെ പോയി കഴിഞ്ഞാലും അതിൽ കളിക്കാരന്റെ ഒരു മികവുണ്ട്. പക്ഷെ ഗോൾ കീപ്പർ എടുത്ത ഡിസിഷൻ ആണ് എനിക്ക് തോന്നുന്നത് അല്പം ചിന്തിക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ അവിടെ ഒരു വോൾ വെച്ചിട്ടുണ്ട്, ആ വോളിന്റെ പുറകിലും താഴെയും താഴെ പോകുന്ന ബോൾ തടയാൻ വേണ്ടിയിട്ട് ഒരാൾ കിടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സ്റ്റെപ്പ് അദ്ദേഹത്തിന്റെ ഇടതുവശത്തേക്ക് എടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൈഡിലേക്ക് പകരം നമ്മൾ നിൽക്കുന്ന സൈഡാണ് കൂടുതൽ നോക്കേണ്ടത്. ആ നിൽക്കുന്ന സൈഡിലാണ് 2 ഗോളും പിറന്നത്. പ്രത്യേകിച്ച് 2ാമത്തെ ഗോള് കൃത്യമായി ലക്ഷ്യത്തിൽ എത്തിച്ചു. അത്യാവശ്യത്തിനുള്ള പവറും ഉണ്ടെങ്കിൽ പോലും ഗോൾ കീപ്പർ അവിടെ നിന്നിരുന്നെങ്കിൽ പോലും അത് നേരെ കയ്യിലേക്ക് വരേണ്ട പന്തായിരുന്നു. ഗോൾ കീപ്പറുടെ ഒരു ചെറിയൊരു സപ്പോർട്ട് 2 ഗോളിലും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി അവസാനമായിട്ട് ബിനീഷ്, നമ്മൾ ഈ ലോകകപ്പിൽ നമ്മൾ ഇതുവരെയും കാണാത്ത ഒരുപാട് ചില കാര്യങ്ങൾ കണ്ടു. ഈ വാർ ചെക്കിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ത്രോയിൻ്റെ ടൈമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് പുതിയ ആശയങ്ങൾ, പുതിയ സാങ്കേതികത്വമൊക്കെ ഫിഫ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഗ്രൂപ്പ് ഘട്ടമെങ്കിലും തീർന്നപ്പോൾ എന്താണ് തോന്നുന്നത്? ഈ മത്സരത്തിൻ്റെ നിലവാരം ഉയർത്തിയോ? അതിലൊരു സംശയമായി തോന്നുന്നത് മത്സരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്, വാർ ചെക്ക് ചെയ്യാൻ റഫറി ഓടിപ്പോകുന്നു അമ്പയറിൻ്റെ അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീൻ നോക്കാൻ വേണ്ടി, ഇതൊക്കെ ഒരു മത്സരത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിലൊരു അഭിപ്രായം താങ്കളുടെ? എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം, ലോകകപ്പ് പോലുള്ള ഒരു മത്സരത്തിൽ ഇത് ആവശ്യം തന്നെയാണ്. കാരണം ഓരോ തീരുമാനങ്ങളും ഉറച്ച തീരുമാനമായിരിക്കണം. അത് ലോകത്തിന്റെ മുന്നിൽ, ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തീരുമാനങ്ങൾക്ക് ഒരു ഒരു കൃത്യത വേണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വാർ ഇടപെടുന്നതൊന്നും ഒരിക്കലും നമുക്ക് മോശമായി തോന്നുന്നില്ല. അതേ സമയത്ത് തന്നെ ഈ കോർണർ കിക്ക് എടുക്കുന്നതിന്റെ, നമുക്കറിയാം ചില കോർണർ കിക്കുകളൊക്കെ വളരെ വളരെ
എന്താ ഡിസിഷൻ മേക്കിംഗ് ആയി മാറാറുണ്ട് ലോകകപ്പുകളിലൊക്കെ. സോ കോർണറിന്റെ സമയത്ത് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. പിന്നെ വരുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആള് പുറത്തേക്ക് പോകുന്നതും അതുപോലെ ത്രോയിനും, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. കുറെ ടൈം വേസ്റ്റിംഗ് ഒക്കെ നമ്മൾ അതിനകത്ത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പർ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ ഓൾ ടുഗെദർ ഒരു ഫുട്ബോളിന് ഒരു അല്പം കൂടി അത് തന്നെ അതിന് വ്യക്തമായുള്ളൊരു എന്താ പറയാ ഒരു സൂചനയാണ്. ഗോളുകൾ അനേകം പിറന്നിട്ടുണ്ട്. വിരസമായ കളികൾ ഇപ്രാവശ്യം നമുക്ക് വളരെ കുറച്ചേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതെ അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം ബിനീഷ് സൂചിപ്പിച്ച പോലെ. എന്നാലും താങ്ക് യു ബിനീഷ്, കിരൺ ഫോർ ജോയിനിങ്. എന്നാൽ ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കൌട്ട് റൗണ്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി എല്ലാം ആവേശ പോരാട്ടമാണ്. ബിനീഷ് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യണം. എന്താണ് ഫുട്ബോളത്തിൽ വീണ്ടും ബിനീഷ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫുട്ബോൾ. താങ്ക് യു. ഫുട്ബോളത്തിൽ ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.